നമസ്കാരം സ്ത്രീകളെ പുരുഷന്മാരെ മലയാള സിനിമ യുദ്ധത്തിലേക്ക് നീങ്ങുകയാണ്. മുരളി കുന്നംപുറത്ത് എന്ന നിർമ്മാതാവ് നടത്തിയ വെളിപ്പെടുത്തൽ, അതിനു പിന്നാലെ ഇവിടുത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നിർമ്മാതാവായ വേണു കുന്നപ്പള്ളി മുരളി കുന്നംപുറത്തിന് പിന്തുണയുമായി രംഗത്തെത്തിയതിന് പിന്നാലെ ഇന്നിതാ വാർത്താ സമ്മേളനം വിളിക്കുന്നു. അഭിലാഷ് പിള്ള, സംവിധായകനായ വിഷ്ണു ശശിശങ്കർ, മറ്റൊരു സംവിധായകനായ വിജേഷ് പാണത്തൂർ. മുരളി കുന്നംപുറത്ത് പറഞ്ഞ വാചകങ്ങൾ 100% കളവാണ് എന്ന് പറഞ്ഞുകൊണ്ട് തിരക്കഥാകൃത്ത് സംവിധായകരെത്തുന്നു. നിർമ്മാതാക്കൾ വേഴ്സസ് തിരക്കഥാകൃത്ത് ആൻഡ് സംവിധായകർ എന്ന രീതിയിൽ മലയാള സിനിമ മാറുന്നു. അതിനിടയിൽ ഉണ്ണി മുകുന്ദന് ഒരു കൊട്ടും അഭിലാഷ് പിള്ള കൊടുക്കുന്നുണ്ട്. തിരക്കഥാകൃത്തും നായകനും തമ്മിലുള്ള പ്രശ്നം, സംവിധായകനും നായകനും തമ്മിലുള്ള പ്രശ്നം, സംവിധായകനും നിർമ്മാതാക്കളും തമ്മിലുള്ള പ്രശ്നം, അങ്ങനെ മലയാള സിനിമ ഒരു യുദ്ധക്കളമായി മാറുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളായി മാറിത്തിരിയുന്നത് എങ്ങനെയാണ്? ഇന്നത്തെ വാർത്താ സമ്മേളനം കൂടെ കാണുമ്പോഴേക്കും ഒരു കാര്യം വ്യക്തമാണ് പ്രേക്ഷകരെ, മലയാള സിനിമ മുന്നോട്ട് പോകാൻ പോകുന്നത് ഒരുപാട് പ്രതിസന്ധികളിലൂടെയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. എല്ലാം തുടക്കം കുറിക്കുന്നത് മുരളി കുന്നംപുറത്ത് എന്ന വ്യക്തിയുടെ വീഡിയോയുമായി ബന്ധപ്പെട്ടാണ്. തന്നെ ചതിച്ചു, ആ ചതിയുടെ പിന്നിൽ അഭിലാഷ് പിള്ളയും വിഷ്ണു ശശിശങ്കറും വിജേഷ് പാണത്തൂർ ഉൾപ്പെടെയുള്ള സംവിധായകരാണെന്ന് പറയുന്നു. മാളികപ്പുറം വലിയ ഹിറ്റായതിനു ശേഷം സുമതി വളവ് എടുക്കാൻ തീരുമാനിക്കുന്നു. സുമതി വളവിൽ മാത്രം 7 കോടി രൂപയുടെ നഷ്ടം ഉണ്ടായതായിട്ടാണ് മുരളി കുന്നംപുറത്ത് പറഞ്ഞത്. അതിനു മുമ്പ് നദികളിൽ സുന്ദരി യമുന എന്ന സിനിമ നിർമ്മിക്കുന്നു. ആ സിനിമ സംവിധായകനായ വിജേഷ് പാണത്തൂർ സംവിധാനം ചെയ്ത് അതിൽ 2 കോടി രൂപ നഷ്ടം വന്നതായിട്ടും പറയുന്നു. ഇതായിരുന്നു മുരളി കുന്നംപുറത്ത് പറഞ്ഞ നമുക്ക് ഇതുവരെ ഉണ്ടായിരുന്ന കാര്യങ്ങൾ. ഇന്നിതാ അഭിലാഷ് പിള്ളയും വിഷ്ണു ശശിശങ്കറും വിജേഷ് പാണത്തൂരും കൂടി ഒരുമിച്ച് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പറയുകയാണ്. സുഹൃത്തുക്കളെ, എന്താണ് പറയുന്നത് അവർ? മുരളി കുന്നംപുറത്ത് പറഞ്ഞിരിക്കുന്ന ഓരോ വാചകങ്ങളും തെറ്റാണ് എന്ന രീതിയിലാണ് പറയുന്നത്. അത് തന്നെയാണ് പറയുന്നത്. ഈ വിഷ്ണു ശശിശങ്കറിന് സംവിധാനം അറിയില്ല എന്നത് മുരളി കുന്നംപുറത്ത് കഴിഞ്ഞ ദിവസം ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. വിഷ്ണു ശശിശങ്കറിന് സംവിധാനം അറിയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് സർ സുമതി വളവിന്റെ 2ാം ഭാഗം സംവിധാനം ചെയ്യാൻ വേണ്ടി ഇതേ വിഷ്ണു ശശിശങ്കറിനെ താങ്കൾ സമീപിച്ചതെന്നാണ് അഭിലാഷ് പിള്ളയും വിഷ്ണുവും ചോദിക്കുകയും ചെയ്തത്. കാരണം സുമതി വളവ് സംവിധാനം ചെയ്യുന്ന സമയത്താണല്ലോ മുരളി കുന്നംപുറത്ത് അറിയുന്നത് വിഷ്ണുവിന് പണി അറിയില്ല എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ സുമതി വളവിന്റെ 2ാം ഭാഗം എടുക്കാൻ വേണ്ടി എന്തിന് മുരളി കുന്നംപുറത്ത് വിഷ്ണുവിനെ സമീപിച്ചു എന്നുള്ള നിർണായകമായ ചോദ്യം വിഷ്ണു പുറത്തു പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ സുമതി വളവ് പരാജയമായിരുന്നെങ്കിൽ, 7 കോടി രൂപയുടെ നഷ്ടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു നിർമ്മാതാവ് എങ്ങനെയാണ് 2ാം ഭാഗം ചിന്തിക്കുക എന്നുള്ള സാമാന്യമായ ചോദ്യവും കൂടെ നിൽക്കുകയാണ്. അതോടൊപ്പം തന്നെ ഒരു കാര്യമുണ്ട്, ഈ സുമതി വളവ് എന്ന സിനിമയുടെ ഡിജിറ്റൽ OTT പ്ലാറ്റ്ഫോം സ്ട്രീമിംഗ് ZEE5 ആണ് വാങ്ങിച്ചിരിക്കുന്നത്. പക്ഷേ സാറ്റലൈറ്റ് റൈറ്റുകൾ എന്തുകൊണ്ട് വിറ്റുപോയിട്ടില്ല? മനഃപൂർവ്വം വിൽക്കാതിരിക്കാൻ ശ്രമിച്ചതാണോ ഈ നിർമ്മാതാവ് എന്ന് അഭിലാഷ് പിള്ള ചോദിക്കുന്നുണ്ട്. വേറൊരു കാര്യം കൂടി എടുത്തു പറയണം കേട്ടോ, അഭിലാഷ് പിള്ള ഉണ്ണി മുകുന്ദനെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. എന്താണ് അഭിലാഷ് പിള്ള ഉണ്ണി മുകുന്ദനെതിരെ പറയുന്നത്? ഈ 2 മുട്ടനാടുകൾ തമ്മിൽ അടി ഉണ്ടാക്കുമ്പോൾ അതിന്റെ ചോര കുടിക്കാൻ വേണ്ടി എത്തുന്ന ചെന്നായ്ക്കളുടെ സ്വഭാവം കാണിക്കരുതെന്നാണ് അഭിലാഷ് പിള്ള ഉണ്ണി മുകുന്ദനെ കുറിച്ച് പറയുന്നത്. അതായത് കഴിഞ്ഞ ദിവസം വരെ ഉണ്ണി മുകുന്ദനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന അഭിലാഷ് പിള്ള ഇന്നത് മാറ്റി പറയുന്നു. അഭിലാഷ് പിള്ളയും ഉണ്ണി മുകുന്ദനും തമ്മിൽ തർക്കങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അതിനിടയിൽ നാടകീയമായ പല സംഭവ വികാസങ്ങളും ഇന്നത്തെ പ്രസ് മീറ്റിൽ സംഭവിക്കുകയുണ്ടായി. അഭിലാഷ് പിള്ള സൗണ്ട് ഡിസൈനറായ MR രാധാകൃഷ്ണനെ ഫോണിൽ വിളിച്ചിട്ട് പറയുന്നു, മാളികപ്പുറത്തിന്റെ മിക്സിംഗ് സമയത്ത് ആരാണ് ഇരുന്നത് എന്ന് ചോദിക്കുന്നു. അപ്പോൾ MR രാധാകൃഷ്ണൻ മറുതലയ്ക്കൽ ഫോണിൽ നിന്ന് പറയുന്നത് സംവിധായകനായ വിഷ്ണു ശശിശങ്കർ തന്നെയാണ് ഇരുന്നത്. ഉണ്ണി മുകുന്ദൻ ഒരു ഫൈറ്റ് സീക്വൻസിന് വേണ്ടി മാത്രമേ വന്നിട്ടുള്ളൂ, അല്ലാത്ത ഒരു സമയത്ത് പോലും ഉണ്ണി മുകുന്ദൻ മിക്സിംഗ് സ്റ്റുഡിയോയിൽ വന്നിട്ടില്ല എന്നാണ് MR രാധാകൃഷ്ണൻ പറയുന്നത്. എന്നാൽ നിർമ്മാതാവായ മുരളി കുന്നംപുറത്ത് പറയുന്നത് ആ സമയത്ത് മിക്സിംഗ് മുഴുവൻ ചെയ്തത് നടനായ ഉണ്ണി മുകുന്ദനാണ്. കാരണം ഇത് ഉണ്ണി മുകുന്ദനാണ് ഈ സിനിമ സംവിധാനം ചെയ്തതെന്നുള്ളതാണ്. അവിടെ മുരളി കുന്നംപുറത്തിന്റെ വാദം പൊളിക്കാൻ തന്നെയാണ് അഭിലാഷ് പിള്ള ശ്രമിക്കുകയും ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഈ നമ്മൾ തൽക്കാലത്തേക്ക് സുമതി വളവൊന്ന് മാറ്റിവെച്ചാൽ നദികളിൽ സുന്ദരി യമുന എന്ന സിനിമയുമായി ബന്ധപ്പെട്ട് ഇതിന്റെ സംവിധായകനായ വിജേഷ് പാണത്തൂർ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ സിനിമയുടെ 4 ആഴ്ചത്തെ പോസ്റ്റർ ഉൾപ്പെടെ പുറത്തുവിട്ട സാഹചര്യം, തിയേറ്ററിൽ 35 ദിവസത്തോളം ഈ സിനിമ ഓടുകയും ചെയ്തു. നദികളിൽ സുന്ദരി യമുന എന്ന സിനിമയുമായി ബന്ധപ്പെട്ട് 3,70,00,000 രൂപയായിരുന്നു ഈ സിനിമയുടെ ബഡ്ജറ്റ്. OTT റൈറ്റ്സ് ആയ HR പ്ലാറ്റ്ഫോമിൽ 1,90,00,000 രൂപയ്ക്ക് ഈ സിനിമയുടെ OTT റൈറ്റ്സ് റിലീസിന് മുന്നേ വിറ്റു എന്ന് സംവിധായകൻ അടിവരയിട്ട് പറയുന്നു. അതോടൊപ്പം തന്നെ ഇതിന്റെ ഓഡിയോ റൈറ്റ്സും വിറ്റു കഴിഞ്ഞിരിക്കുന്നു. തിയേറ്ററുകളിൽ 35 ദിവസം ഓടിയ സിനിമയാണ്. അപ്പോൾ 3,70,00,000 രൂപ എന്ന ഈ ചിത്രത്തിന്റെ ബഡ്ജറ്റിനേക്കാൾ കൂടുതൽ ഈ സിനിമയുടെ കളക്ഷൻ ഉണ്ടായിട്ടുണ്ടെന്ന് സംവിധായകൻ പറയുമ്പോൾ നിർമ്മാതാവായ മുരളി കുന്നംപുറത്ത് പറയുന്നത് വീണ്ടും കളവാണോ എന്നുള്ള ചോദ്യം നിൽക്കുകയാണ്. അതിനിടയിലാണ് വേണു കുന്നപ്പള്ളി കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ഈ വേണു കുന്നപ്പള്ളി 3 സിനിമകളാണ് അഭിലാഷ് പിള്ളയെ വെച്ച് ചെയ്തിരിക്കുന്നത്. എന്നാൽ അഭിലാഷ് പിള്ളയ്ക്കെതിരെ തുറന്നടിച്ചാണ് വേണു കുന്നപ്പള്ളി ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നതെന്ന് വ്യക്തമാക്കുന്നത്. അതും ഏറ്റവും മോശമായ രീതിയിലാണ് ആ പോസ്റ്റ് എന്നും കൂടി ഓർക്കണം കേട്ടോ. ആ വാക്കുകൾ ഇങ്ങനെയാണ്: സിനിമയിലെ ചതിക്കുഴികൾ. സുമതി വളവ് എന്ന സിനിമയുടെ പ്രൊഡ്യൂസറിന്റെ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വീഡിയോയാണ് ഈ കുറിപ്പ് എഴുതാൻ എന്നെ പ്രേരിപ്പിച്ചത്.
ഈ സിനിമയുടെ കഥ ഏതാനും വർഷങ്ങൾക്ക് മുന്നേ ഞാൻ കേട്ടതാണ്. സിനിമാ ഷൂട്ട് തുടങ്ങുന്നതിന് മുന്നേ ഇതിന്റെ പ്രൊഡ്യൂസർ മുരളിയെ ദുബായിൽ വെച്ച് കണ്ടപ്പോൾ സീരിയൽ നിലവാരത്തിലുള്ള കഥയുടെ പോരായ്മയെ പറ്റി സംസാരിക്കുകയും കഴിയുന്നതും ഈ സിനിമയുമായി മുന്നോട്ട് പോകരുതെന്ന് പറഞ്ഞതും ഇപ്പോഴും ഓർക്കുന്നു. എന്നാൽ അണിയറ പ്രവർത്തകരുടെ പ്രലോഭനങ്ങളിൽ വശംവദനായി അദ്ദേഹം പ്രോജക്റ്റുമായി മുന്നോട്ട് പോയി. 5-6 കോടി മാത്രം വലിപ്പമുണ്ടായിരുന്ന ഒരു കഥ സിനിമയാക്കിയപ്പോൾ അദ്ദേഹം മുടക്കിയത് ഏകദേശം 15 കോടി രൂപയാണ്. റിലീസിന് മുമ്പ് ഈ സിനിമ കാണാനുള്ള അവസരം എനിക്കുണ്ടായി. സിനിമ കണ്ടപ്പോൾ ഞാൻ തലയിൽ കൈവച്ചു പോയി. അദ്ദേഹത്തോട് ഞാൻ അന്ന് പറഞ്ഞു, ഏതെങ്കിലും പ്രീ ബിസിനസ് ചെയ്യാതെ ഒരിക്കലും സിനിമ തിയേറ്ററിലേക്ക് കൊണ്ടുപോകരുത്. പ്രീ ബിസിനസ് ഒന്നും നടന്നില്ലെങ്കിലും ഗോകുലം മൂവീസ് രക്ഷകരായി. സിനിമ തിയേറ്ററിലേക്ക് എത്തി. എൻ്റെ അറിവിൽ പ്രൊഡക്ഷന്റെ എക്സ്പെൻസും റിലീസ് എക്സ്പെൻസും എല്ലാം ചേർന്നപ്പോൾ ഏകദേശം 20 കോടി ചിലവായിരുന്നു എന്നതാണ് പറയുന്നത്. ഇദ്ദേഹം വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ ഒട്ടുമിക്കതും സത്യമാണെന്നാണ് എൻ്റെ അറിവ്. പിന്നെ ഇതിൽ പറയുന്ന എഴുത്തുകാരനെയും സംവിധായകനെയും എല്ലാം കഴിവിനെ പറ്റി കമന്റ് ചെയ്യുന്നില്ല. അത് വളരെ സർക്കാസമായിട്ടാണ് സംസാരിക്കുന്നത് കേട്ടോ. അതും നമ്മൾ എടുത്തു പറയണം. കാരണം ഈ അഭിലാഷ് പിള്ളയുമായിട്ട് ഈ വേണു കുന്നംപള്ളി ചെയ്തിരിക്കുന്ന ഏകദേശം 3 സിനിമകളാണ്. ആ 3 സിനിമകളുമായിട്ട് കൊളാബറേറ്റ് ചെയ്യാനുള്ള ഒരു അവസ്ഥയും കൂടി എങ്ങനെയാണ് എത്തിയത്? ഏറ്റവും ഒടുവിൽ ആനന്ദ് ശ്രീബാല എന്ന സിനിമ അഭിലാഷ് പിള്ളയാണ് തിരക്കഥ എഴുതിയത്. അതിന്റെ നിർമ്മാതാവ് വേണു കുന്നംപള്ളിയാണ്. അത് ഓർക്കണം. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം കൂടെ നിൽക്കുമ്പോഴേക്കുമാണ് 3 സിനിമകൾ കൊളാബറേറ്റ് ചെയ്തിരിക്കുന്ന സംവിധായകൻ നിർമ്മാതാവ് ആദ്യത്തെ സിനിമയിൽ തന്നെ അഭിലാഷ് പിള്ളയ്ക്ക് കഴിവില്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ട് അടുത്ത 2 സിനിമകൾ കമ്മിറ്റ് ചെയ്തു എന്നുള്ള ന്യായമായ ചോദ്യവും അവിടെ നിൽക്കുന്നുണ്ടെന്ന് കൂടി പറയുന്നു. ആരുടെയോ കയ്യിലിരിക്കുന്ന ഒരു വലിയ സമ്പത്ത് അവനെ പറഞ്ഞ വശത്താക്കി സിനിമയോ മറ്റെന്ത് ബിസിനസ്സോ ആകട്ടെ ഏറ്റെടുക്കുമ്പോൾ കുറച്ചെങ്കിലും ചിന്തിക്കുക, എനിക്കിതിനുള്ള കഴിവുണ്ടോ, ഞാൻ ഇതിന് പ്രാപ്തനാണോ എന്ന്. ഇതൊരിക്കലും ഒറ്റപ്പെട്ടൊരു സംഭവമല്ല. 100 കണക്കിന് നിർമ്മാതാക്കൾ കുത്തുവാളയെടുത്ത് ആത്മഹത്യയുടെ വരമ്പത്ത് കൂടി സഞ്ചരിക്കുന്നത് പച്ചയായ സത്യമാണ്. പലരും മാനനഷ്ടമോർത്ത് പുറത്ത് പറയുന്നില്ലെന്ന് മാത്രം. ആത്മാർത്ഥത ലെവലേശമില്ലാത്തൊരു കൂട്ടം ആളുകൾ സിനിമാ മേഖലയിലുണ്ട്. വല്ലവരുടെയും പണം കൊണ്ട് ആളായ അഹങ്കാരത്തിന്റെ അത്യുന്നതകളിൽ വിലസുന്നവരെ കാണണമെങ്കിൽ ഒരു സിനിമ എടുത്താൽ മതി. സിനിമ തുടങ്ങുന്നതിന് മുന്നേ പറഞ്ഞ ബഡ്ജറ്റിന്റെ ഇരട്ടിയോ അതിന് മുകളിലേക്കോ പോയാലും ഒരു കുലുക്കവുമില്ലാത്ത സിനിമാ പ്രവർത്തകരെയും ബഡ്ജറ്റ് കൂടുന്നതനുസരിച്ച് പുതിയ പ്രൊഡ്യൂസർമാരെ ചേർത്തുകൊണ്ടിരിക്കുന്നവന്മാരെയും സംവിധാനം പോയിട്ട് ആർട്ടിസ്റ്റുകൾക്ക് കുട പിടിച്ചു കൊടുക്കാൻ പോലും യോഗ്യതയില്ലാത്തവന്മാരെയും ആജീവനാന്ത സിനിമയിൽ നിന്ന് അകറ്റിയില്ലെങ്കിൽ ഇതുപോലുള്ള ദുരന്തങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. സിനിമാ അസോസിയേഷനുകളുടെ തലപ്പത്തിരിക്കുന്ന സാറന്മാരുടെ കണ്ണ് തുറക്കുന്നത് എപ്പോഴാണോ എന്നുള്ള ചോദ്യം കൂടി ഒരു നിർമ്മാതാവ് ചോദിക്കുകയാണ്. വേണു കുന്നപ്പള്ളി നിസ്സാരക്കാരനല്ല കേട്ടോ. വേണു കുന്നപ്പള്ളി മലയാള സിനിമയിൽ തന്നെ നിലവിലെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന നിർമ്മാതാവാണ്. ഏറ്റവും ഒടുവിൽ ആഴത്ര എന്ന സിനിമ 100 കോടിയിലേക്ക് വരെ കയറ്റിയ നിർമ്മാതാവ് കൂടിയാണ് ഈ വേണു കുന്നപ്പള്ളി. അപ്പൊ വേണു കുന്നപ്പള്ളി കൃത്യമായി അഭിലാഷ് പിള്ളയ്ക്കെതിരെയും വിഷ്ണു ശശിശങ്കറിനെതിരെയും സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനിടയിൽ ഉണ്ണി മുകുന്ദനെ അഭിലാഷ് പിള്ള കൊണ്ടുവരുന്ന ഒരു സാഹചര്യവും കൂടി ഉണ്ടല്ലോ. അതായത് വിഷ്ണു ശശിശങ്കറിന് സംവിധാനം ചെയ്യാൻ അറിയില്ല, അത് ചെയ്തിരിക്കുന്നത് ഉണ്ണി മുകുന്ദനാണെന്ന് മുരളി പറയുമ്പോഴാണ് അഭിലാഷ് ഇവിടെ ഉണ്ണിക്കെതിരെ സംസാരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കും കൂടി കാര്യങ്ങൾ എത്തുകയും ചെയ്തത്. അപ്പോൾ ഈ രീതിയിൽ എന്താണ് സംഭവിച്ചത്? ഇവർക്കിടയിൽ എന്താണ് സംഭവിച്ചത്? ആരാണ് ആർക്കെതിരെയാണ് തിരിഞ്ഞത് എന്നുള്ള ന്യായമായ ചോദ്യങ്ങൾ അതിനിടയിൽ ഭാഗത്തായിട്ട് നിൽക്കുന്നുണ്ട്. അതിനിടയിലാണ് വിജേഷ് പാണത്തൂർ തന്റെ സിനിമയുമായി ബന്ധപ്പെട്ടുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. വിജേഷ് ഒരു കാര്യം പറയുന്നുണ്ട്, തനിക്ക് സംഭവിച്ച മാനനഷ്ടം തന്റെ കുടുംബത്തിന്, തന്റെ ഭാര്യയ്ക്ക്, മക്കൾക്ക്, അമ്മയ്ക്ക്, കുടുംബത്തിനൊട്ടാകത്തിനുണ്ടായ മാനനഷ്ടവുമായി ബന്ധപ്പെട്ട് ഇവിടെ ഇരിക്കുന്ന വേറെ ആരെ പറ്റിയും എനിക്കറിയില്ല, പക്ഷെ ഞാൻ കേസ് കൊടുത്തിരിക്കും എന്നത് തന്നെയാണ് വിജേഷ് പാണത്തൂർ സംസാരിക്കുന്നത്. അഭിലാഷ് പിള്ളയും വിഷ്ണു ശശിശങ്കറും എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് അറിയില്ല, പക്ഷേ ഇത് ഇങ്ങനൊരു സാഹചര്യത്തിലേക്ക് കൂടിയാണ് കടന്നു പോകുന്നത്. പിന്നെ വേറൊരു കാര്യമുണ്ട്. സുമതി വളവ് റിലീസ് ആവുന്നത് ഓഗസ്റ്റ് 1-നാണ്. ഒരു പോസ്റ്റ് ഇതിന്റെ നിർമ്മാതാവായ മുരളി കുന്നംപുറത്ത് ജൂലൈ പകുതിയിൽ വെച്ചിട്ടിരുന്നു. അതിനകത്ത് അഭിലാഷ് പിള്ളയുണ്ട്, ശ്രീ ഗോകുലം മൂവീസിന്റെ നിർമ്മാതാവായ ഗോകുലം ഗോപാലുണ്ട്. ഇവരുമായിട്ടൊക്കെ ചേർന്നൊരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. അതിനകത്ത് അഭിലാഷ് പിള്ളയെ പോഴ്ത്തുന്ന രീതിയിലൊക്കെ തന്നെയാണ് പോസ്റ്റ് ഇട്ടിരിക്കുന്നതെന്നും കൂടി സംസാരിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ എവിടെയോ എന്തൊക്കെയോ പ്രശ്നങ്ങൾ നിൽക്കുകയാണ്. എന്താണ് ഇതിന് പിന്നിൽ സംഭവിക്കുന്നത് മനസ്സിലാകുന്നില്ല എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നുണ്ട്. വിജേഷ് പാണത്തൂർ പറയുന്നുണ്ട്, ഈ സിനിമയുമായി ബന്ധപ്പെട്ട് മുരളി കുന്നംപുറത്തുമായിട്ട് ചെറിയൊരു ഫ്രിക്ഷൻ ഉണ്ടായി. പക്ഷെ അതിനുശേഷം ഈ നിർമ്മാതാവ് തന്നെ കാണണമെന്ന് ആവശ്യപ്പെടുകയും തൻ്റെ ഒരു സലൂൺ ഉണ്ട്, ഒരു ബ്യൂട്ടി പാർലർ, അവിടെ വന്ന് മുരളി കുന്നംപുറത്തിനൊപ്പം കുറച്ച് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. അവർ അവിടെ നിന്ന് മദ്യപിച്ചതിന് ശേഷം ഞങ്ങൾക്കിടയിൽ കുറച്ച് പ്രശ്നം പറ്റിപ്പോയി, ഒരു ഫ്രിക്ഷൻ ഉണ്ടായി, കുറച്ച് തെറ്റിദ്ധാരണകൾ ഉണ്ടായിപ്പോയിട്ടുണ്ട്, നീ ക്ഷമിക്കണമെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. അഭിലാഷ് പിള്ളയുമായി ബന്ധപ്പെട്ട് ഉള്ള വിഷയങ്ങളിൽ മുരളി കുന്നംപുറത്തുമായിട്ട് വീണ്ടും സിനിമ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ചെയ്യാം ചേട്ടാ എന്ന് പറഞ്ഞു വിട്ടെങ്കിൽ പോലും ഇനി ഒരിക്കലും അദ്ദേഹവുമായിട്ട് സിനിമ ചെയ്യില്ല, വേണു കുന്നപ്പള്ളിയുമായിട്ട് ഇനി ഒരിക്കലും സിനിമ ചെയ്യില്ല എന്നുള്ള രീതിയിലും അഭിലാഷ് പിള്ള സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു തുറന്ന യുദ്ധത്തിലേക്ക് മലയാള സിനിമ നീങ്ങുകയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. ടെക്നീഷ്യന്മാർ തമ്മിലുള്ള യുദ്ധത്തിലേക്ക് നീങ്ങുന്നതിനൊപ്പം തന്നെ നായകനായ ഉണ്ണി മുകുന്ദനെതിരെയും തിരിയുന്നുണ്ട്. ഈ വിഷ്ണു ശശിശങ്കറിന് സംവിധാനം ചെയ്യാൻ അറിയില്ല എന്ന് മുരളി കുന്നംപുറത്ത് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ ആരോടെങ്കിലും ചോദിക്കാം എന്നതും കൂടി അദ്ദേഹം പറയുന്നുണ്ട്. അർജുൻ അശോകൻ ജീവിച്ചിരിപ്പുണ്ട്, ബാലു വർഗീസ് ജീവിച്ചിരിപ്പുണ്ട്, സൈജു കുറുപ്പ് ജീവിച്ചിരിപ്പുണ്ട്. ഇവരെല്ലാവരും വിഷ്ണു ശശിശങ്കറിന്റെ സംവിധാനത്തിന്റെ കീഴിൽ പ്രവർത്തിച്ചവരാണ്. അവരോട് നിങ്ങൾക്ക് ചോദിക്കാമെന്ന് മാധ്യമ പ്രവർത്തകരോട് അഭിലാഷ് പിള്ള ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് വിഷ്ണു ശശിശങ്കർ തന്നെയാണ് മാളികപ്പുറം സംവിധാനം ചെയ്തത്, അല്ലാതെ ഉണ്ണി മുകുന്ദൻ അല്ല എന്ന് തീർത്തും പറയുകയാണ് അഭിലാഷ്. വേറൊരു കാര്യം കൂടി അഭിലാഷ് പറയുന്നുണ്ട്. അതായത്
നായകന്മാർ ചെറിയ ചെറിയ ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ സംവിധായകരാകുമെങ്കിൽ മലയാള സിനിമയിലെ എല്ലാ നായകന്മാരും അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ സംവിധായകരാകുമല്ലോ എന്നതും കൂടി പറയുന്നുണ്ട്. വേണു കുന്നപ്പള്ളി ഒരു സ്ക്രിപ്റ്റിൽ ഒരു സിനിമയിൽ ഇടപെടുന്ന കാര്യത്തെക്കുറിച്ചും അഭിലാഷ് പറയുന്നുണ്ട്. അദ്ദേഹത്തിന് എന്തോ അറിയാം എന്നുള്ള രീതിയിലാണ് അദ്ദേഹം നിൽക്കുന്നത്. അദ്ദേഹത്തിന് കുറെ പൈസ ഉണ്ടല്ലോ, അതുകൊണ്ട് അദ്ദേഹത്തിന് അഭിപ്രായം പറയാം എന്നുള്ള രീതിയിൽ അഭിലാഷ് പിള്ള സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. വേറൊരു സട്ടയറിക്കലായിട്ടുള്ള സ്റ്റേറ്റ്മെന്റും കൂടി അഭിലാഷ് പറഞ്ഞു. അതെന്താണ്? വേണു കുന്നപ്പള്ളി, മുരളി കുന്നംപുറത്ത്, ഉണ്ണി മുകുന്ദൻ, ഇവർ മൂന്നുപേരും ചേർന്ന് ഒരു സിനിമ എടുക്കണം. ആ സിനിമ 2-ാം ദിവസം കൊണ്ട് 100 കോടിയാവും. അത്ര ഗംഭീര കോമ്പിനേഷൻ ആണെന്ന് കളിയാക്കിക്കൊണ്ട് വളരെ സർക്കാസ്റ്റിക്കലിയാണ് അഭിലാഷ് പിള്ള സംസാരിക്കുകയും ചെയ്തത്. അങ്ങനെ 3 പേരും അവരവരുടേതായ രീതിയിലുള്ള തെളിവുകൾ പുറത്തുവിടുന്നുണ്ട്. അതോടൊപ്പം തന്നെ അഭിലാഷ് പിള്ളയും വിഷ്ണു ശശിശങ്കറും പറയുന്ന ഒരു കാര്യം, ഈ സുമതി വളവുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായ രേഖകൾ പുറത്തുവിടൂ. ഇപ്പോൾ ഈ സിനിമയുടെ ബഡ്ജറ്റ് ഏകദേശം 13 കോടി രൂപയാകുമെന്ന് ആദ്യമേ പറഞ്ഞിരുന്നതായിട്ടാണ് അവർ പറയുന്നത്. ഏകദേശം 15 മുതൽ 20 കോടി രൂപ വരെ ബഡ്ജറ്റ് നീണ്ടുപോയേക്കാമെന്നും പറയുന്നു. പക്ഷെ വെട്ടിച്ചുരുക്കി ഒരു പ്രൊഡക്ഷൻ കൺട്രോളറിനെ മാറ്റി 11 കോടിയിലേക്ക് ചുരുക്കുന്നൊരു സാഹചര്യം ഉണ്ടായി. സുമതി വളവായിരിക്കും മലയാള സിനിമയിലെ ഒരേ ഒരു സിനിമ റിലീസിന് മുന്നേ പലർക്കും ശമ്പളം കിട്ടാനുള്ള ഒരു സിനിമ എന്ന രീതിയിലും കൂടി അഭിലാഷ് പിള്ള പറയുന്നുണ്ട്. കാരണം സിനിമ ഔട്ട് വരണമെങ്കിൽ എല്ലാവരെയും സെറ്റിൽ ചെയ്തിരിക്കണം. പക്ഷേ ഈ സിനിമയിൽ അങ്ങനെയല്ല സംഭവിച്ചിരിക്കുന്നത്. അഭിലാഷിന്റെ ഒരു സുഹൃത്ത് വലയമാണ് ഈ സിനിമയ്ക്കകത്തുള്ളത്. പലരോടും പറഞ്ഞും രീതിയിലും ഒക്കെ തന്നെ അവരെ ആശ്വസിപ്പിച്ച് സമാധാനിപ്പിച്ചിട്ടാണ് ഈ സിനിമ തിയേറ്ററുകളിലേക്ക് ഇറങ്ങിയതെന്നും കൂടി വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു ഡയറക്റ്റ് അറ്റാക്ക് മുരളി കുന്നംപുറത്തിനെതിരെ അഭിലാഷ് പിള്ള നടത്തുന്നുണ്ട്. വേണു കുന്നപ്പള്ളിക്കെതിരെയും ഡയറക്റ്റ് അറ്റാക്കാണ്, ഉണ്ണി മുകുന്ദനെതിരെയും ഡയറക്റ്റ് അറ്റാക്കാണ്. സ്വാഭാവികമായിട്ടുമുള്ള ചോദ്യം, മാളികപ്പുറത്തുമായി ബന്ധപ്പെട്ടുള്ള ചില ചെറിയ വിഷയങ്ങൾ വന്നപ്പോൾ ഇതിന്റെ സിനിമയുടെ ക്ലൈമാക്സ്, അത് മാളികപ്പുറത്തിന്റെ ക്ലൈമാക്സ് എന്താണ്? പക്ഷേ മാളികപ്പുറത്തിന്റെ ക്ലൈമാക്സ് ഉണ്ണി മുകുന്ദൻ അയ്യപ്പനല്ല പോലീസ് ഓഫീസർ ആണ് എന്നുള്ളതാണല്ലോ ക്ലൈമാക്സ്. അത് പറ്റില്ല. ഈ ചിത്രത്തിൽ ഉണ്ണി മുകുന്ദൻ അയ്യപ്പനാകണം എന്നുള്ള നിർദ്ദേശവും വാശിയും ഇതിന്റെ നിർമ്മാതാവായ വേണു കുന്നപ്പള്ളിക്ക് ഉണ്ടായിരുന്നു എന്നത് അഭിലാഷ് പിള്ള പറയുന്നു. പക്ഷെ അഭിലാഷ് വേണു കുന്നപ്പള്ളിയോട് പറഞ്ഞിരിക്കുന്നു, ഇല്ല അത് നടക്കില്ല, അങ്ങനെ ഒരു പരിപാടി ഉണ്ടാവില്ല, ഈ സിനിമയുടെ ക്ലൈമാക്സ് ഇങ്ങനെ തന്നെയായിരിക്കും, എന്നാൽ മാത്രമേ ഇത് റിയാലിറ്റിയോട് ചേർന്ന് നിൽക്കുകയുള്ളൂ എന്ന് അഭിലാഷ് പറയുന്നു. അത് അദ്ദേഹത്തിന് വേണു കുന്നപ്പള്ളിക്ക് ഒരു ഈഗോ ആയി വളർന്നു എന്ന രീതിയിലും കൂടി അഭിലാഷ് പറയുന്നുണ്ട്. ഈ മാളികപ്പുറം റിലീസാവുന്ന സമയത്ത് നമുക്കറിയാം ഏകദേശം 100 കോടിയോളം രൂപയായിരുന്നു ഈ സിനിമയ്ക്ക് കളക്ഷൻ വൈസ് ഉണ്ടായിരുന്നതായിട്ട് പറഞ്ഞത്. പക്ഷേ അടുത്തിടയ്ക്ക് ആടുത്തിടയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട സമയത്ത് വേണു കുന്നപ്പള്ളി നടത്തിയ ഒരു സ്റ്റേറ്റ്മെന്റ്, ഈ ചിത്രം 100 കോടി കളക്ട് ചെയ്തില്ല, ഈ ചിത്രം ഏകദേശം 75 കോടി രൂപ മാത്രമാണ് കളക്ട് ചെയ്തതെന്ന് ഇതിന്റെ നിർമ്മാതാവായ വേണു കുന്നപ്പള്ളി തന്നെ പറയുന്ന ഒരു സാഹചര്യമുണ്ട് കേട്ടോ. നമുക്കറിയാലോ മാമാങ്കത്തിൽ എന്താ സംഭവിച്ചതെന്ന്. മാമാങ്കത്തിൽ വേണു കുന്നപ്പള്ളി നിർമ്മിച്ച ആദ്യത്തെ സിനിമ 135 കോടി എന്ന ജൈജാന്റിക് കണക്ഷൻ പോസ്റ്ററിൽ കാണിച്ച് ഒരു കേക്കും കട്ട് ചെയ്ത് ആളുകളെ പറ്റിച്ചതാണ്. പക്ഷെ അവിടെ വെച്ച് നിർമ്മാതാവ് പറയുന്നുണ്ട്, വേണു കുന്നപ്പള്ളി പറയുന്നുണ്ട്, അത് തനിക്ക് അബദ്ധം പറ്റിപ്പോയതാണ്, അങ്ങനെ ഒരിക്കലും കണക്ക് പെരുപ്പിച്ച് കാണിക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ കൃത്യമായ കണക്കുകൾ മാത്രമേ താൻ പുറത്തു വിടുകയുള്ളൂ എന്ന് വേണു പറയുന്നുണ്ട്. അപ്പോൾ വേണു ഇത് കൃത്യമായിട്ട് തന്നെ മുരളി കുന്നംപുറത്തിനെ സപ്പോർട്ട് ചെയ്യുന്നതിനോടൊപ്പം അഭിലാഷ് പിള്ളയ്ക്കെതിരെയും വിഷ്ണു ശശിശങ്കറിനെതിരെയും കൃത്യമായ രീതിയിൽ സംസാരിക്കുന്നുണ്ട്. അഭിലാഷ് പറയുകയും ചെയ്യുന്നുണ്ട്, താൻ നിർമ്മിക്കുന്ന അല്ലെങ്കിൽ എഴുതുന്ന സിനിമകൾക്ക് പുറത്തു നിന്നുള്ള ആളുകൾ ഇത് കേൾക്കുന്നുണ്ട്, പരാതി ലഭിച്ചിട്ടില്ല എന്നാണ് ഫിലിം ചേംബർ പറയുന്നത്. പരാതി ലഭിച്ചാൽ നടപടി എടുക്കുമെന്നാണ് നിർമ്മാതാവായ അനിൽ തോമസ് പറയുന്നുണ്ട്. പക്ഷേ നിർമ്മാതാവായ മുരളി കുന്നംപുറത്തിന്റെ പരാതി ലഭിച്ചിട്ടില്ല എന്ന് ചേംബർ പറയുമ്പോൾ ചേംബറിനും വേറെ ഒന്നും ചെയ്യാനില്ല. അപ്പൊ മുരളി കുന്നംപുറത്ത് ഇട്ടിരിക്കുന്ന വീഡിയോ എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? കണക്കുകൾ പുറത്തു വിടുമെന്നത് ആവശ്യപ്പെടുകയാണ്. അതോടൊപ്പം തന്നെ അഭിലാഷ് പിള്ള വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട് കേട്ടോ. അഭിലാഷ് പിള്ള പറയുന്നത്, ഈ നിർമ്മാതാക്കൾ ആദ്യം ചെയ്തുകൊണ്ടിരുന്ന പരിപാടി എന്താണ്? ഓരോ മാസവും ആ മാസത്തിൽ റിലീസ് ചെയ്ത സിനിമകളുടെ കണക്കുകൾ പുറത്തു വിടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അത് ഇൻഡസ്ട്രിക്ക് അകത്ത് തന്നെ വലിയ പ്രശ്നങ്ങളുണ്ടായി. പക്ഷെ അഭിലാഷ് പറയുന്നത് അങ്ങനെയുള്ള കണക്കുകൾ പുറത്തു വിടണം, എന്നാൽ മാത്രമേ കൃത്യമായ രീതിയിൽ ഒരു ഓഡിറ്റ് ഉണ്ടാവുകയുള്ളൂ. അല്ലാതെ വെറുതെ വായി തോന്നുന്നു വിളിച്ചു പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറരുത് എന്നത് കൂടി മാറുന്നുണ്ട്. വിവാദ കുരുക്കിൽ സുമതി വളവ് മാറിയിരിക്കുകയാണ്. സുമതി വളവ് മാത്രമല്ല, മാളികപ്പുറം മാറിയിരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് വിജേഷ് പാണത്തൂരിന്റെ നദികളിൽ സുന്ദരി യമുന മാറിയിരിക്കുന്നത്. അങ്ങനെ സിനിമകളിൽ മാത്രം ഒതുങ്ങുന്ന പ്രശ്നമല്ല ഇത്. സിനിമാക്കാർക്കിടയിൽ പോലും ഒരു വലിയ പ്രതിസന്ധിയും പ്രശ്നവുമായിട്ട് ഈ പ്രസ് മീറ്റിലൂടെ മാറിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഇനി ഇതിന്റെ അടുത്ത മറുപടി പറയേണ്ടത് മുരളി കുന്നംപുറത്തും വേണു കുന്നപ്പള്ളിയും ഒരുപക്ഷെ ഉണ്ണി മുകുന്ദനും പറയേണ്ടി വരും. കാരണം ഉണ്ണി മുകുന്ദനും ഇതിനകത്ത് പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അല്ലെങ്കിൽ ഒരു ചെന്നായ, ചോര കുടിക്കുന്ന ചെന്നായ എന്നുള്ള രീതിയിൽ ഉണ്ണി മുകുന്ദനെ വിളിപ്പിക്കേണ്ട ആവശ്യം അഭിലാഷ് പിള്ളയ്ക്കില്ല. അപ്പോൾ ഇതിനിടയിൽ കളികൾ നടക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ 2 ദിവസം മാനസികമായ ഒരുപാട് സമ്മർദ്ദത്തിലൂടെയാണ് താനും തന്റെ സുഹൃത്തായ വിഷ്ണു ശശിശങ്കറും കുടുംബവും ഒക്കെ പോയതെന്ന് അഭിലാഷ് പറയുന്നുണ്ട്. അപ്പോൾ അതിനിടയിൽ യഥാർത്ഥ സുഹൃത്തുക്കൾ ആരൊക്കെയാണ്, ആരൊക്കെ കൂടെ നിൽക്കുമെന്ന് മനസ്സിലാക്കി തന്ന ഒരു നിമിഷവും കൂടിയായിരുന്നു ഇത് എന്നതുകൂടി അഭിലാഷ് പറയുന്നുണ്ട്. അങ്ങനെ ആകെ മൊത്തത്തിൽ നാടകീയത
ട്വിസ്റ്റ് ഒരുപാട് നിറഞ്ഞ പ്രസ് മീറ്റ് ആയിരുന്നു ഇന്ന് സംഭവിച്ചത്. ഒരു സാധാരണ വീഡിയോയിൽ ഒരു നിർമ്മാതാവിന്റെ രോദനത്തിൽ നിന്ന് മാറി മലയാള സിനിമ തന്നെ ഒരു യുദ്ധക്കളത്തിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുന്നു. ടെക്നീഷ്യൻസ് തമ്മിൽ തർക്കമാകുന്നു, നിർമ്മാതാക്കളും നായകനും തമ്മിൽ തർക്കം, എഴുത്തുകാരനും നായകനും തമ്മിൽ തർക്കം, സംവിധായകനും നായകനും തമ്മിൽ തർക്കം. അങ്ങനെ ആകെ മൊത്തത്തിൽ ഈ ചങ്ങല ഇനിയും കൂടത്തേ ഉള്ളൂ. കാരണം ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ MR രാധാകൃഷ്ണനെ ഫോണിൽ വിളിച്ചതോടുകൂടി ഇപ്പോൾ സൗണ്ട് മിക്സിംഗുമായിട്ടുള്ള തർക്കവും നായകരുമായിട്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ ഇത് ഡിപ്പാർട്ട്മെന്റ് വൈസ് ആയിട്ട് ഇത് കൂടുതൽ തർക്കത്തിലേക്ക് നീങ്ങുമ്പോൾ മലയാള സിനിമ യുദ്ധത്തിലേക്ക് നീങ്ങുകയാണ്. പറയുന്നതിൽ വിഷമമുണ്ട്, പക്ഷേ ഇങ്ങനെയുള്ള തർക്കങ്ങൾ നിൽക്കും തോറും ഒരു ഓഡിറ്റ് ഇല്ല. ഒരു നിർമ്മാതാവ് വന്നൊരു കണക്ക് പറയുമ്പോൾ ആദ്യം ഈ സിനിമയുടെ ഡീൽ നടക്കാൻ വേണ്ടി, ബിസിനസ് നടക്കാൻ വേണ്ടി കള്ളക്കണക്കുകൾ പറയുന്നു. പിന്നീട് നാളുകൾക്ക് ശേഷം ഡീൽ നടന്നില്ല, ഒന്നും നടന്നില്ല എന്ന് പറയുമ്പോഴാണ് തനിക്ക് സംഭവിച്ച ചതികുഴികളെ പറ്റി മനസ്സിലാവുകയും ചെയ്തിട്ടുണ്ട്. ഒന്നുകിൽ നിർമ്മാതാക്കൾ ഒരു സ്ട്രോങ് സ്റ്റാൻഡ് എടുത്ത് എന്താണ്, എത്ര രൂപ കിട്ടി, എത്രയാണ് ഇതിന്റെ ഓഡിറ്റ്, കൃത്യമായ കണക്കുകൾ പുറത്തുവിടാനുള്ള ധൈര്യം കാണിക്കണം. എന്തുകൊണ്ട് നിർമ്മാതാക്കളുടെ സംഘടന വെറും 3 മാസം ആദ്യം കണക്കുകൾ പുറത്തുവിട്ടതിന് ശേഷം എന്തുകൊണ്ട് ഇത് നിർത്തി? നിർമ്മാതാക്കൾക്കിടയിൽ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടായി. കാരണം കൃത്യമായ കണക്കുകൾ പുറത്തുവിട്ടാൽ OTT ഉൾപ്പെടെ ഡീലുകൾ നടക്കുന്നില്ല എന്ന് നിർമ്മാതാക്കൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ വന്നപ്പോഴാണ് ആ പരിപാടി പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ നിർത്തിയത്. അത് തുടരണം, അത് തുടരേണ്ട ആവശ്യം 150-200 രൂപ മുടക്കി സാധാരണപ്പെട്ട തിയേറ്ററുകളിൽ പോവേണ്ട പ്രേക്ഷകരുടെ അവകാശവും കൂടിയാണത്. അവരൊരു സിനിമ കാണുന്നുണ്ടെങ്കിൽ അത് വിജയമാണെന്ന് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് ഈ 2026 എന്തിനാണ് വീണ്ടും പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിച്ച് മണ്ടന്മാരാക്കാൻ ശ്രമിക്കുന്നത്? അവരൊരു സിനിമ ഹിറ്റാണെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്നു. സോ ഫോർ എക്സാമ്പിൾ സുമതി വളവ് ഹിറ്റാണെന്ന് തന്നെയാണ് എല്ലാ പ്രേക്ഷകരും വിചാരിച്ചിരുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസം മുരളിക്കൊന്നും പുറത്ത് പറഞ്ഞ വീഡിയോയിൽ നിന്നല്ലേ നമുക്ക് മനസ്സിലാവുന്നത് 7 കോടി രൂപയുടെ നഷ്ടം സുമതി വളവിന് സംഭവിച്ചിട്ടുണ്ടെന്ന്. എന്തുകൊണ്ടാണ് ആദ്യം ഇതൊരു സൂപ്പർ ഹിറ്റ് ആണെന്നുള്ള വ്യാജന പുറത്തിറക്കുന്നത്? അത് നഷ്ടമുണ്ടാക്കുന്നത് സ്വയം കുഴിക്കുന്ന കുഴി പോലെയാണ്. നിർമ്മാതാക്കൾക്ക് എന്തുകൊണ്ട് ഇതുവരെയും മനസ്സിലാകുന്നില്ല എന്നൊന്നും മനസ്സിലാവുന്നില്ല. OTT വിൻഡോസ് പഴയതുപോലെയല്ല, തുറക്കുന്നില്ല. തിയേറ്ററിൽ വലിയ വിജയമായ പോലും OTT-ക്കാർ വാങ്ങുന്നില്ല. ഈ സാഹചര്യത്തിൽ നിർമ്മാതാക്കൾ അറിഞ്ഞ് കളിച്ചില്ലെങ്കിൽ സിനിമാ മേഖല ഒട്ടാകെ താളം തെറ്റുമെന്നത് കൂടിയാണ് ഇവിടെ പറയേണ്ടിയിരിക്കുന്നത്. എന്തായാലും അഭിലാഷ്, വിഷ്ണു, ശശിശങ്കർ എല്ലാവരും സംസാരിച്ചിരിക്കുന്നു. നേരെ മറിച്ച് ഇവിടെ മുരളി കുന്നംപുറത്ത് കഴിഞ്ഞ് 2 ദിവസമായി സംസാരിക്കുന്നു. രണ്ടുപേരുടെ ഭാഗവും കേട്ടിരിക്കുന്നു. പ്രേക്ഷകർക്കും കൃത്യമായി ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇനിയും ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടേണ്ടതുണ്ട് കേട്ടോ. ഇനിയും പല ടെക്നീഷ്യൻസ് സംസാരിക്കാം. ചേംബറിലേക്ക് പരാതി പോവുകയാണെങ്കിൽ നിർമ്മാതാക്കൾ സംസാരിക്കും. സ്വാഭാവികമായിട്ട് ഇത് കൂട്ടമായ ഡിസ്കഷൻസിലേക്ക് കാര്യങ്ങൾ മാറും. ഇതൊരു സിനിമയുടെ കഥ മാത്രമല്ല, ഏകദേശം 3 സിനിമകളുടെ കഥ ആയിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. വേണു കുന്നപ്പള്ളി എന്ന നിർമ്മാതാവും കൂടി ഇറങ്ങിയതോടെ വേണു കുന്നപ്പള്ളിയുടെ സിനിമകളും കൂടി ഇനി ചർച്ചയാവും, അതിൻ്റെ ടെക്നീഷ്യൻസിനും ചർച്ചയാവും. അതുകൊണ്ടാണ് നമ്മൾ ആദ്യമേ പറഞ്ഞത് മലയാള സിനിമ യുദ്ധത്തിലേക്ക് നീങ്ങുകയാണ് എന്നുള്ളത്. ഇതൊരൊറ്റപ്പെട്ട സംഭവമല്ല, ഇതൊരൊറ്റപ്പെട്ട സിനിമയല്ല, സുമതി വളവ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട സിനിമയല്ല. ഇത് സുമതി വളവ് മാത്രമല്ല, ആൻ ശ്രീബാലയും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നദികളിൽ സുന്ദരി യമുനയും ഒക്കെ തന്നെ ഇവിടെ സംസാരിക്കേണ്ടി വരും. അവിടെയാണ് പറയുന്നത് നിർമ്മാതാക്കൾ അറിഞ്ഞു കളിച്ചില്ലെങ്കിൽ ഇതൊരു വലിയ പ്രതിസന്ധിയിലും പ്രശ്നത്തിലേക്കും കാര്യങ്ങൾ നീങ്ങുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.